ഹലോ മക്കളെ, അപ്പൊ ഇന്ന് നമ്മൾ സോഷ്യൽ സയൻസിൽ ഒരു പുതിയ ചാപ്റ്റർ പഠിക്കുകയാണ്. നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താ? ഔട്ട്കംസ് ഓഫ് ഡെമോക്രസി. ഡെമോക്രസിയുടെ ഔട്ട്കംസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ബിഫോർ ദാറ്റ്, എന്താണ് ഡെമോക്രസി എന്ന് അറിയോ നിങ്ങൾക്ക്? എന്താ ഡെമോക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ, ഒരു ഡെമോക്രാറ്റിക് കൺട്രിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ പെക്യുലാരിറ്റീസ് ഓഫ് ഡെമോക്രസി? എന്തൊക്കെയാണ് ഡെമോക്രസിയുടെ പ്രത്യേകത? അല്ലെ, നമുക്ക് ഡെമോക്രസി എന്ന് പറയുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ റൂളേഴ്സിനെ നമുക്ക് തന്നെ ഓപ്റ്റ് ചെയ്യാനുള്ള ഒരു ഫ്രീഡമാണ് അവിടെ കിട്ടുന്നത്. അല്ലെ, നമുക്ക് തന്നെ നമ്മളെ ആര് റൂൾ ചെയ്യണമെന്ന് നമുക്ക് സ്വന്തം തെരഞ്ഞെടുക്കാൻ വേണ്ടി പറ്റും. അതാണ് ഡെമോക്രസിയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. അല്ലെ, ആൻഡ് ഓൾസോ വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് ഡെമോക്രസിയുടെ ഔട്ട്കംസ് എന്നാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ we are going to learn outcomes of democracy. ഡെമോക്രസിയുടെ ഔട്ട്കംസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഹൗ ഡു വി അസസ് ഡെമോക്രസീസ് ഔട്ട്കംസ്? നമ്മൾ എങ്ങനെയാണ് ഒരു ഡെമോക്രസിയുടെ ഔട്ട്കംസ് എന്താണെന്ന്, അല്ലെങ്കിൽ ഡെമോക്രസിയുടെ ഔട്ട്കം എങ്ങനെയാണെന്ന് നമ്മൾ എങ്ങനെയാണ് അസസ് ചെയ്യാൻ നമുക്ക് പറ്റും? അല്ലെ, ഒരു ഡെമോക്രസി എന്ന് പറയുന്ന ഒരു കൺട്രി, അല്ലെങ്കിൽ ആ ഡെമോക്രാറ്റിക് ആയിരിക്കുന്ന ഒരു കൺട്രിക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്, അല്ലെ, മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ഡെമോക്രസി, നമുക്കത് എങ്ങനെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? അതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. സോ വി ഫെൽറ്റ് ദാറ്റ് ഡെമോക്രസി വാസ് ബെറ്റർ ബിക്കോസ്, നമുക്ക് എപ്പോഴും പറയുന്ന, നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും, എന്താണ് ഡെമോക്രസിയാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ഡെമോക്രസിയാണ് ബെറ്റർ എന്ന് പറയുന്നത്. അല്ലെ, സാധാരണ മിലിറ്ററി അല്ലെങ്കിൽ അങ്ങനത്തെ, അല്ലെങ്കിൽ രാജാവിന്റെ ഭരണം, അല്ലെ, പണ്ടൊക്കെ ഇവിടെ രാജഭരണമായിരുന്നു ഉണ്ടായിരുന്നത്. അല്ലെ, ഒരു കിങ് ആയിരുന്നു റൂൾ ചെയ്തുകൊണ്ടിരുന്നത്. അല്ലെ, ഒരു കിങ്ഡത്തില് കിങ് റൂൾ ചെയ്യും. അപ്പം രാജാവ് തീരുമാനിക്കുന്നതായിരുന്നു അവിടുത്തെ നിയമങ്ങൾ. അല്ലെ, രാജാവിന് കുറച്ച് എന്തൊക്കെയോ നിയമ സംഹിതകളൊക്കെ ഉണ്ടാവും. അല്ലെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, രാജാവിന്റെ ഭരണം എപ്രകാരമായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, പല പല സിനിമകളിലും അല്ലെങ്കിൽ കുറെ കഥകളിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. രാജാവായിരുന്നു, പ്രജകളുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആള് രാജാവാണ്. അല്ലെ, അപ്പം രാജാവ് മരിച്ചു കഴിഞ്ഞാല് പിന്നെ ആരാണ് ഭരണം ഏറ്റെടുക്കുന്നത്? നിങ്ങൾ കേട്ട കഥകളിൽ ആരാണ് എടുക്കുക? അതെ, രാജാവിന്റെ മകനോ, അല്ലെങ്കിൽ പുത്രനോ പുത്രിയോ, അല്ലെങ്കിൽ ആരായിരുന്നു മരുമകനോ, അങ്ങനെ രാജപരമ്പരയിൽ പെട്ട ആൾക്കാർ, അല്ലെ, രാജാവിന്റെ തന്നെ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു എന്ത് ചെയ്തുകൊണ്ടിരുന്നത്? ഭരണം നോക്കിയിരുന്നത്. അതുപോലെ തന്നെ ആരുണ്ടായിരുന്നു? മന്ത്രി ഉണ്ടായിരുന്നു. അല്ലെ, മന്ത്രി ആയിരുന്നു, കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തിരുന്ന ആള് മന്ത്രി. ഇങ്ങനെ നിങ്ങൾ കുറെ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. സോ നിങ്ങൾ ബാഹുബലി എന്നൊക്കെ പറയുന്ന സിനിമകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, രാജഭരണത്തിന്റെ ഒരു ആംബിയൻസ് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കിയിട്ടുണ്ടാവും. സോ ആ ഒരു ഭരണവും നമ്മളുടെ ഇന്ന് നിലനിൽക്കുന്ന ഭരണം, ദാറ്റ് ഈസ് ഡെമോക്രാറ്റിക് റൂളിംഗ്. അല്ലെ, ഡെമോക്രസി നിലനിൽക്കുന്നുണ്ട്. അപ്പം ഇത് എങ്ങനെയാണ് നമുക്ക് ഇതിന്റെ മെറിറ്റും ഡിമെറിറ്റും അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക? നോക്കാം നമുക്ക്. പ്രൊമോട്ട്സ് ഇക്വാലിറ്റി എമംഗ് സിറ്റിസൺസ്. സിറ്റിസൺസിന്റെ ഇടയിൽ ഈക്വാലിറ്റി പ്രൊമോട്ട് ചെയ്യാം. പ്രൊമോട്ട് ഈക്വാലിറ്റി എമംഗ് സിറ്റിസൺസ്. സിറ്റിസൺസിന്റെ ഇടയിൽ ഒരു ഈക്വാലിറ്റി, അല്ലെ, എന്താ ഇതിന്റെ അർത്ഥം? നമ്മുടെ ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിൽ ഏറ്റവും കൂടുതൽ പൈസ ഉള്ള ആളാണെങ്കിലും, അല്ലെങ്കിൽ ഒട്ടും പൈസ ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിലും, അല്ലെ, അവിടെ നമുക്കൊരു റൂളറിനെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് ഒരാളുടെ വില എന്ന് പറയുന്നത് അയാളുടെ വോട്ടിംഗ് ആണ്. അല്ലെ, അത് ഏറ്റവും പൈസ ഉള്ള ആൾക്കാർക്ക് അയാൾ വോട്ട് ചെയ്താലും ഒരു വോട്ടാണ് കൗണ്ട് ചെയ്യുക. ഏറ്റവും പൈസ ഇല്ലാത്ത ആൾക്കാർ വോട്ട് ചെയ്ത് കഴിഞ്ഞാലും ഒരു വോട്ടാണ്. അല്ലെ, അപ്പം അല്ലെങ്കിൽ എന്തിന്റെ ക്ലാസിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ എന്തിന്റെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാലും ഒരു ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് ഡെമോക്രസിയിൽ ഒരു ഇൻഡിവിജ്വൽ തന്നെയാണ്. അല്ലെ, ഒരാളുടെ വോട്ട് എന്ന് പറയുന്ന കാര്യം അത്രയ്ക്കേറെ ഇമ്പോർട്ടന്റ് ആണ്. സോ പ്രൊമോട്ട്സ് ഇക്വാലിറ്റി എമംഗ് സിറ്റിസൺസ്. സിറ്റിസൺസിന്റെ ഇടയിൽ ഈക്വാലിറ്റി പ്രൊമോട്ട് ചെയ്യുക. ആൻഡ് എൻഹാൻസസ് ദ ഡിഗ്നിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ. ഇൻഡിവിജ്വലിന്റെ ഡിഗ്നിറ്റി എൻഹാൻസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ, ഓരോ ഇൻഡിവിജ്വലിനും ഓരോ ഡിഗ്നിറ്റി ഉണ്ട്. അല്ലെ, എല്ലാ ആൾക്കാർക്കും അവരുടേതായിട്ടുള്ള ഡിഗ്നിറ്റി ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് അറിയാം, ഒരു ഇലക്ഷന്റെ ടൈം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ, എല്ലാ ആൾക്കാരെയും കൺസിഡർ ചെയ്യും. അല്ലെ, എല്ലാ ആൾക്കാരുടെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യും? പറയും, ഇലക്ഷൻ ആണ്, വോട്ട് ചെയ്യണം. അല്ലെ, ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങളുടെ ഓരോ ആൾക്കാരുടെയും വിലയേറിയ വോട്ടുകളാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അല്ലെ, അപ്പം ഒരാളുടെ വോട്ട് മതി, ഒരാളുടെ വോട്ട് മതി വിജയവും പരാജയവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെ, ചിലപ്പം ഒരു വോട്ടിനൊക്കെ എന്ത് ചെയ്യും പോവും? അല്ലെ, ഒരാള് എന്ത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അവർ കോപ്പറേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തായി പോവും? ഭരണം തന്നെ മാറിപ്പോവും. അല്ലെ,
സോ നിങ്ങൾക്ക് സ്കൂളിലെ ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുമ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം ഓരോ ആൾക്കാരുടെയും ഡിഗ്നിറ്റി അല്ലെ, അപ്പോൾ ഓരോ ഇൻഡിവിജ്വലിനും തോന്നും അല്ലെ, ഞാൻ ഈ ഡെമോക്രസിയുടെ ഭാഗമാണ് അല്ലെ, ഞാൻ ഈ ഡെമോക്രാറ്റിക് കൺട്രിയുടെ ഒരു പാർട്ടാണ്, എൻ്റെ വോട്ട് എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും പൈസ ഉള്ള ആൾക്കാർക്കും അങ്ങനെ ചിന്തിക്കാം, ഒട്ടും പൈസ ഇല്ലാത്ത ആൾക്കാർക്കും അങ്ങനെ ചിന്തിക്കാം അല്ലെ. എൻ്റെ ഒരു വോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണം തന്നെ മാറ്റാൻ കഴിവുള്ള വോട്ടാണ് അല്ലെ. ഞാൻ ആരെ തെരഞ്ഞെടുക്കുന്നു, എന്നെ ഭരിക്കാൻ ആരെ തെരഞ്ഞെടുക്കുന്നു എന്ന് ഞാൻ തീരുമാനിക്കുന്നത് എൻ്റെ വോട്ടിലൂടെയാണ്. അപ്പം എനിക്ക് എന്ത് കിട്ടാണ്, ഒരു ഡിഗ്നിറ്റി കിട്ടാണ് അല്ലെ. നമ്മുടെ കൺട്രിയിൽ നമ്മളൊരു ഇൻഡിവിജ്വൽ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഓരോ ഇൻഡിവിജ്വലിനും അവരുടേതായിട്ടുള്ള ഡിഗ്നിറ്റി കിട്ടുന്നുണ്ട്. ആൻഡ് ഇംപ്രൂവ്സ് ദ ക്വാളിറ്റി ഓഫ് ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, ഒരു കൺട്രിയിൽ നമ്മുടെ ഡെമോക്രസിയാണ് അല്ലെ, ഡെമോക്രസിയിൽ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന ഒരു തീരുമാനം എടുക്കുന്നു. എങ്ങനെയാണ് നമ്മൾ തീരുമാനം എടുക്കുന്നത്, എപ്പോഴും എങ്ങനെയാണ് തീരുമാനം എടുക്കുന്നത്, നമുക്ക് എല്ലാ ആൾക്കാരുടെയും ഒപ്പീനിയൻ കൺസിഡർ ചെയ്തിട്ടാണ് അല്ലെ. നമ്മൾ ഇലക്ഷനിലാണെങ്കിൽ നമ്മൾ ഏറ്റവും വലിയ തീരുമാനങ്ങൾ എടുക്കാൻ നമ്മൾ ആരെയാണ് ചുമതലപ്പെടുത്തുന്നത്, നമ്മളെ ഭരിക്കുന്ന ആൾക്കാരാണ്. അപ്പം ആ ഒരു ആളെ ചൂസ് ചെയ്യുന്നത് പോലും നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് അല്ലെ. അപ്പൊ നമുക്ക് തീരുമാനിക്കാം നമ്മളെ ആരാണ് ഭരിക്കേണ്ടതെന്ന്. സോ അപ്പം ഡെസിഷൻ മേക്കിങ്ങിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് അല്ലെ. നേരെ മറിച്ച് രാജഭരണമാണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഭരണമാണെന്ന് വിചാരിച്ചോ നമുക്ക് തീരുമാനിക്കാൻ പറ്റൂ, എല്ലാം രാജാവ് പറയുന്ന പോലെ ആയില്ലേ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ, രാജകൽപ്പന, രാജശാസനം എന്നൊക്കെ കേട്ടിട്ടല്ലേ. അപ്പം അവിടെ നമുക്ക് ഓരോ ആൾക്കാർക്കും അവരവരുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അത് ചൂസ് ചെയ്യാനുള്ള പറ്റില്ല. അപ്പം ഇവിടെ ക്വാളിറ്റി ഓഫ് ഡിസിഷൻ മേക്കിംഗ് നമുക്ക് ഡെമോക്രസി ചെയ്യുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ്. ആൻഡ് പ്രൊവൈഡ്സ് എ മെത്തേഡ് ടു റിസോൾവ് കോൺഫ്ലിക്റ്റ്. ഓക്കെ, ഒരു കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെത്തേഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് അലോ റൂം ടു കറക്റ്റ് മിസ്റ്റേക്സ്, എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡെമോക്രസി എന്ന് പറയുന്ന സാധനം അല്ലെ ബെറ്റർ ആണെന്ന് പറയാൻ കാര്യം അല്ലെ. ഡെമോക്രസിയാണ് ബെറ്റർ എന്ന് പറയാനുള്ള കുറേ പോയിന്റ്സ്. ഈ പോയിന്റ്സ് എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം. ഓക്കെ, സോ ഇറ്റ് പ്രൊമോട്ട്സ് equality among citizens, it enhances the dignity of the individual, it improves the quality of decision making, it provides a method to resolve conflict, it allows room to correct mistakes. So ഇത്രയും കാര്യങ്ങൾ മസ്റ്റ് ആയിട്ടും എന്ത് ചെയ്യുക, ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. Okay, when we talk to people around us, most of them support democracy against other alternatives അല്ലെ. നമ്മൾ ഡെമോക്രസിയുടെ മഹത്വം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇന്ത്യയിലെ ഡെമോക്രാറ്റിക് കൺട്രി ആണ് ഇന്ത്യ എന്ന് പറയുന്ന സമയത്ത് എല്ലാ ആൾക്കാരും എന്താണ്, അതിൻ്റെ ഒരു അഡ്വാൻസ് ആണ് അല്ലെ, ഒരു അഡ്വാൻറ്റേജ് ആണ് കാണുക. കാരണം അതിന് വേറെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള റൂൾ ബൈ എ മൊണാർക്കിന്റെ റൂളിംഗ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ, ഫസ്റ്റ് ചാപ്റ്ററിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. മൊണാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ സ്വേച്ഛാധിപതിയായിട്ടുള്ള ഒരു ഭരണമാണ് അല്ലെ. എന്താണോ പറയുന്നത് മൊണാർക്ക് പറയുന്ന പോലെ, അല്ലെങ്കിൽ എല്ലാ പെസൻസിനൊന്നും വേണ്ട ഒരു കൺസിഡറേഷൻ മൊണാർക്കിയൽ റൂളിംഗിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അല്ലെ. സാധാരണ ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു കൺസെഷനും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അല്ലെ. അപ്പൊ ലാൻഡ് ഓണിങ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ, അങ്ങനത്തെ ആൾക്കാർക്കും കുറച്ച് റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ എന്തെങ്കിലുമൊക്കെ കൺസെഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പെസൻസിനും അല്ലെങ്കിൽ പുവർ ആയിട്ടുള്ള ആൾക്കാരെ ഒട്ടും കൺസിഡർ ചെയ്യാത്തൊരു റൂളിംഗ് സിസ്റ്റമാണ് മൊണാർക്കിൽ പോകുന്നത്. മിലിറ്ററി ആണെങ്കിലും അതെ, അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും റിലീജിയസ് ലീഡേഴ്സ് ആണെങ്കിൽ പോലും അല്ലെ. ചില റിലീജിയസ് ലീഡേഴ്സ് റൂൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, ഒരു പെർട്ടിക്കുലർ റിലീജിയനിൽ മാത്രം വിശ്വാസമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു റിലീജിയൻ മാത്രമായിരിക്കും പ്രൊമോട്ട് ചെയ്യുന്നുണ്ടാവുക കൺട്രിയിൽ. ആ ഒരു റിലീജിയനിലുള്ള ആൾക്കാർക്ക് മാത്രം സപ്പോർട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ആ ഒരു റിലീജിയൻ, അയാൾ ഏത് റിലീജിയൻ ആണോ വിശ്വസിക്കുന്നത് ആ ഒരു റിലീജിയനിലുള്ള ആൾക്കാരെ മാത്രം കൺസിഡർ ചെയ്യുക എന്നുള്ളൊരു കാര്യത്തിലേക്ക് പോകും. സോ ഒരു ഡെമോക്രാറ്റിക് കൺട്രി ആവുന്ന സമയത്ത് ഇങ്ങനത്തെ കോൺഫ്ലിക്റ്റ് ഒന്നും വരുന്നില്ല അല്ലേ. ഡെമോക്രസി എന്ന് പറയുമ്പം ഓരോ ആൾക്കാർക്കും, ഓരോ ഇൻഡിവിജ്വലിനും ഡിഗ്നിറ്റി ഉണ്ട്, ഓരോ ഇൻഡിവിജ്വലിനും കൺസിഡറേഷൻ ഉണ്ട്, ഓരോ ഇൻഡിവിജ്വലിനും പാർട്ടിസിപ്പേഷൻ ഉണ്ട് അല്ലേ. സോ ഇതാണ് ഒരു ഡെമോക്രാറ്റിക് റൂളിംഗ് ആണ് കൂടുതൽ അഡ്വാൻറ്റേജ് ഉള്ളത് ദാൻ എന്തിനേക്കാളും ഈ പറഞ്ഞിരിക്കുന്ന മൊണാർക്ക് ആണെങ്കിലും മിലിറ്ററി ആണെങ്കിലും അല്ലെങ്കിൽ റിലീജിയസ് ലീഡേഴ്സ് ആണെങ്കിലും ഏറ്റവും അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ബട്ട് no, not so many of them would be satisfied with the democracy in practice. പക്ഷേ എല്ലാ ആൾക്കാരും നമ്മളെ ഈ ഡെമോക്രസി അഡ്വാൻറ്റേജ് ആണ് അല്ലെങ്കിൽ ഡെമോക്രസി നല്ലതാണെന്നൊക്കെ പറയുമ്പോഴും എല്ലാ ആൾക്കാരും ഡെമോക്രസിയെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. സോ വി ഫേസ് എ ഡയലമ. ഡെമോക്രസി ഈസ് seen to be good in principle but felt to be not so good in its practice.
എന്താ ആൾക്കാർ പറയുന്നത്? നമ്മൾ ഡെമോക്രസി നല്ലതാന്ന് പറയുമ്പോഴും അല്ലെ, ഡെമോക്രസി നമ്മൾ പ്രിൻസിപ്പിളായിട്ട് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, നമ്മൾ തത്വങ്ങളായിട്ട് പറയുമ്പോൾ ഡെമോക്രസി നല്ലതാണ്, എല്ലാ ആൾക്കാർക്കും പാർട്ടിസിപ്പേഷൻ ഉണ്ട്, എല്ലാ ആൾക്കാരും ഡിസിഷൻ മേക്കിങ്ങിൽ പാർട്ടിസിപ്പൻസ് ആണ്, എല്ലാ ആൾക്കാർക്കും ഡിഗ്നിറ്റി ഉണ്ട്. ഇങ്ങനെ നമ്മൾ കുറേ പ്രിൻസിപ്പിളായിട്ട് പറയുമ്പോഴും ഇത് റിയൽ ലൈഫിലേക്ക് അല്ലെങ്കിൽ റിയൽ വേഴ്സസ് റിയൽ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ. സോ ഞാൻ തമാശ പറഞ്ഞതാണ്. സോ റിയൽ ലൈഫിൽ അല്ലെങ്കിൽ പ്രാക്ടീസിൽ വരുന്ന സമയത്ത് ഈ ഒരു പ്രിൻസിപ്പിള് തന്നെ ആവണമെന്നില്ല അല്ലെ. അപ്പൊ ഡെമോക്രസി നമ്മൾ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് പറയുന്ന സമയത്തും ഇൻ പ്രാക്ടീസ് നമ്മൾ പ്രാക്ടീസിൽ നോക്കുന്ന സമയത്ത് കുറേ ഡിസഡ്വാൻറ്റേജസും നമുക്ക് കാണാൻ പറ്റും. ദിസ് ഡയലമ ഇൻവൈറ്റ്സ് us to think hard about the outcomes of democracy. അപ്പം ആ ഒരു കോൺഫ്ലിക്റ്റ് അല്ലെ, പറയുന്ന കാര്യം പ്രവൃത്തിയിൽ കാണിക്കാത്തൊരു അല്ലെ, നമ്മൾ പ്രിൻസിപ്പിളായിട്ട് പറയുന്ന പക്ഷെ പ്രാക്ടീസിലേക്ക് വരുന്ന സമയത്ത് അത് എത്രത്തോളം അക്യുറേറ്റ് ആണ് അല്ലെങ്കിൽ എത്രത്തോളം കറക്റ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. So, do we prefer democracy only for moral reasons, or are there some prudential reason to support democracy too? അപ്പം നമുക്ക് ഒരു ഡെമോക്രസി സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് മോറൽ റീസൺസ് മാത്രമാണോ ഉള്ളത്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൂഡൻഷ്യൽ റീസൺസും കൂടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുമോ? ഡെമോക്രസി സപ്പോർട്ട് ചെയ്യാൻ ബോത്ത് മോറൽ ആൻഡ് പ്രൂഡൻഷ്യൽ റീസൺസ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുമോ? ഇതാണ് നമുക്കുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് മോറൽ റീസണും നോക്കണം, പ്രൂഡൻഷ്യൽ റീസണും നോക്കണം അല്ലെ. Over 100 countries of the world today claim and practice some kind of democratic politics. They have formal constitutions, they hold elections, they have parties, and they guarantee rights of citizens. അപ്പം over 100 countries of the world today claim and practice some kind of democratic politics. അപ്പം നമ്മളുടെ ഈ ലോകത്ത് തന്നെയും മോർ ദാൻ 100 അല്ലെ, 100 ഉള്ള ഹൺഡ്രഡ്സ് ഓഫ് കൺട്രീസിൽ എന്തുണ്ട് മോർ ദാൻ 100 കൺട്രീസിൽ ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിളിന്റെ കുറെ ഫോംസ് ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലെ. ഒന്നില്ലെങ്കിൽ അവർക്ക് ദേ ഹാവ് ഫോർമൽ കോൺസ്റ്റിറ്റ്യൂഷൻസ്, അവർക്ക് നല്ലൊരു ഫോർമൽ ആയിട്ടുള്ളൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ അവർ എലക്ഷൻസ് കണ്ടക്ട് ചെയ്യും അല്ലെ. എലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നെന്ന് പറയുന്നത് ഡെമോക്രസിയുടെ ഏറ്റവും സൂപ്പർ എക്സാമ്പിൾ ആണ് അല്ലെ. എലക്ഷൻ കണ്ടക്ട് ചെയ്യാന്ന് പറയുമ്പം എന്താണ്, നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾ എലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നു. എലക്ഷൻ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാ ചൂസ് ചെയ്യുന്നത്? നിങ്ങളുടെ ക്ലാസ്സിൽ 50 പിള്ളേരുണ്ടെന്നുണ്ടെങ്കിൽ 50 സ്റ്റുഡൻസ് ആണ് നിങ്ങളുടെ ക്ലാസ്സിലുള്ളതെന്നുണ്ടെങ്കിൽ എലക്ഷൻ വോട്ട് നോക്കുന്ന സമയത്ത് 26 വോട്ടെങ്കിലും കിട്ടിയ ആളായിരിക്കും എന്ത് ചെയ്യുക, 2 ആൾക്കാർ എലക്ഷന് മത്സരിക്കുന്നുണ്ട്, 2 ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ മൊത്തം 50 വോട്ടാണുള്ളതെന്നുണ്ടെങ്കിൽ 26 വോട്ട് കിട്ടിയ ആളായിരിക്കും ആരായിട്ടുണ്ടാവുക, ക്ലാസ് ലീഡർ ആയിട്ടുണ്ടാവുക അല്ലെ. സോ ആ രീതിയിലാണ് എലക്ഷൻ. അപ്പം എലക്ഷൻ എന്ന് പറയുന്നത് മെജോറിറ്റിക്ക് അല്ലെ, ആർക്കാണോ കൂടുതൽ താല്പര്യമുള്ളത് അയാളെ ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എല്ലാ ആൾക്കാർക്കും എന്ത് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അവരവരുടെ ഇൻട്രസ്റ്റ് കാണിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഓക്കെ, while these features are common to most of them, these democracies are very much different from each other in terms of their social situations, their economic achievements, and their cultures. So these features are common to most of them. These democracies are very much different from each other in terms of their social situations, their economic achievements, and their cultures. അപ്പം ഡെമോക്രസിയുടേതായിട്ട് കാണിക്കുന്ന പല കാര്യങ്ങൾ അല്ലെ, ഫോർമൽ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അല്ലെങ്കിൽ അവർ എലക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ചില എക്കണോമിക് ഡെവലപ്മെന്റിനാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ സിറ്റുവേഷനും അല്ലെങ്കിൽ അവരുടെ കൾച്ചറൊക്കെ എന്താണ്, ഓരോ കൺട്രി ടു കൺട്രി എന്തായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. സോ അതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്, എന്തൊക്കെയാണ് ഡെമോക്രസി എന്ന് പറയുന്ന സമയത്ത് ഉണ്ടാവുന്ന കാര്യങ്ങൾ. ഓക്കെ, ഡെമോക്രസിയിലെ എന്താ ഔട്ട്കംസ് ഓഫ് ഡെമോക്രസി, അതല്ലേ നമ്മുടെ ചാപ്റ്ററിന്റെ പേര്, ഔട്ട്കംസ് ഓഫ് ഡെമോക്രസി. Our interest and fascination for democracy often pushes us into taking a position that democracy can address all socio-economic and political problems. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് എന്താണ് മക്കളെ,
നമ്മൾ എന്താ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്, ആ ഒരു ഡെമോക്രസി എന്ന് പറയുന്ന സമയത്ത് ആ ഒരു ഡെമോക്രസിക്ക് എല്ലാ സോഷ്യോ എക്കണോമിക് ആയിട്ടും അല്ലെങ്കിൽ എല്ലാ പൊളിറ്റിക്കൽ പ്രോബ്ലംസും സോൾവ് ചെയ്യാനുള്ള ഒരു കാപ്പബിലിറ്റി ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുക അല്ലെ. എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും ഒരു ഡെമോക്രസി ആണെന്നുണ്ടെങ്കിൽ എന്ത് സോഷ്യൽ പ്രോബ്ലം ആണെങ്കിലും എന്ത് എക്കണോമിക് പ്രോബ്ലം ആണെങ്കിലും എന്ത് പൊളിറ്റിക്കൽ പ്രോബ്ലം ആണെങ്കിലും ഒക്കെ സോൾവ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി നമ്മളുടെ ഡെമോക്രസിക്ക് ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. Some of our expectations are not met, we start blaming the idea of democracy. നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, ഒരു ഡെമോക്രാറ്റിക് കൺട്രി എന്ന് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഡെമോക്രസി എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, എന്തൊരു പ്രശ്നം സോഷ്യോ എക്കണോമിക് പൊളിറ്റിക്കൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇന്ത്യ ഡെമോക്രാറ്റിക് ആണ്, അപ്പം നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു തിങ്കിങ് ഉണ്ട് അല്ലെ. ഇനി ഇൻ കേസ് നമുക്ക് ഏതെങ്കിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലോ, നമുക്ക് കറക്റ്റായിട്ട് ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേഗം എന്തിനാണ് ബ്ലെയിം ചെയ്യുക, വലിയ ഡെമോക്രാറ്റിക് ആണെന്നൊക്കെ പറയും അല്ലേ. എന്ത് ഡെമോക്രസി ആണ് അല്ലെ, ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കാര്യമുള്ളത്, ഡെമോക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ഡെമോക്രസി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡെമോക്രസിയെ നമ്മളങ്ങ് ബ്ലെയിം ചെയ്യും. അപ്പം നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു സൊല്യൂഷൻ ഏതെങ്കിലും പ്രശ്നത്തിന് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡെമോക്രസിയെയാണ് എന്ത് ചെയ്യുക, ബ്ലെയിം ചെയ്യുക. Or we start doubting as we are living in a democracy അല്ലെ. നമ്മൾ വിചാരിക്കും നമ്മൾ ഡെമോക്രാറ്റിക് കൺട്രിയിലാണോ നമ്മൾ ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഇതാണോ ഡെമോക്രസി എന്ന് പറയുന്ന ഐഡിയ, ഇതാണോ ഡെമോക്രസി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബ്ലെയിം ചെയ്യാൻ തുടങ്ങും. The first step towards thinking carefully about the outcomes of democracy is to recognize that democracy is just a form of government. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡെമോക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗവൺമെന്റിന്റെ ഒരു ഫോമാണ്, അത്രയേ ഉള്ളൂ അല്ലെ. ഡെമോക്രസി എന്ന് പറയുന്നത് ജസ്റ്റ് എ ഫോം ഓഫ് ഗവൺമെന്റ്. ഇറ്റ് ക്യാൻ ഓൺലി ക്രിയേറ്റ് കണ്ടീഷൻസ് ഫോർ അച്ചീവിങ് സംതിങ്. ഈ ഒരു ഡെമോക്രസി എന്ന് പറയുന്ന സാധനത്തിന് എന്താണ്, നമുക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യാനുള്ള ഒരു കണ്ടീഷൻ ഉണ്ടാക്കി തരിക, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് തരിക, നമുക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യാനുള്ള ഒരു എൻവയോൺമെന്റ് അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്ത് തരിക. അല്ലാതെ നമ്മളെല്ലാ പ്രശ്നത്തിനും ഒരു സൊല്യൂഷനാണ് ഡെമോക്രസിയിലാണ് എല്ലാ സൊല്യൂഷനും ഇരിക്കുന്നത് എന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല. ഇനി അഥവാ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഇതാണോ ഡെമോക്രസി, ഇങ്ങനെയാണോ നടക്കുന്നത്, ഇതാണോ എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ബ്ലെയിം ചെയ്യുമ്പോഴും നമ്മൾ ഡെമോക്രസിയുടെ മെറിറ്റ്സും അതുപോലെ തന്നെ ഡീമെറിറ്റ്സും, ഡെമോക്രസി എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റിന്റെ ഒരു സ്ട്രാറ്റജി മാത്രമാണ് അല്ലെ. ഇറ്റ്സ് ജസ്റ്റ് എ ഫോം ഓഫ് ഗവൺമെന്റ്, can only create conditions for achieving something. The citizens have to take advantage of those conditions and achieve those goals അല്ലെ. അപ്പം ഡെമോക്രസിക്ക് കുറച്ച് കണ്ടീഷൻസ് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയാണ്. ഇപ്പം ഫീമെയിൽസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഫീമെയിൽസിന് കൂടുതലായിട്ട് ഔട്ട്ഡോർ പണികൾ അല്ലെങ്കിൽ വീട്ടിന്റെ പുറത്ത് പോയിട്ടുള്ള ജോലികളൊന്നും ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഉണ്ടായിരുന്നില്ല. ഓക്കെ, കുറെ ഇയേഴ്സ് എഗോ ഫീമെയിൽസ് പുറത്ത് പോയിട്ട് ജോലിയൊന്നും ചെയ്യണ്ടായിരുന്നില്ല. പക്ഷെ നമ്മുടെ കൺട്രി എന്തായിരുന്നു, ഡെമോക്രാറ്റിക് കൺട്രിയാണ്, നമുക്ക് എന്തുണ്ട്, റൈറ്റ് ഉണ്ട് അല്ലെ, ഇൻവോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൈറ്റ് ഉണ്ട്. അപ്പം ആ ഒരു ഓപ്പർച്യൂണിറ്റി ഡെമോക്രസി തരുന്നുണ്ട്. മനസ്സിലായോ? ആ ഫീമെയിൽസിന് പുറത്ത് പോയിട്ട് ജോലി ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജോലി ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഡെമോക്രസി തരുന്നുണ്ട്. ആ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ആ ഒരു ഫോം, ആ ഒരു ഐഡിയ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത് എങ്ങനെയാണോ അപ്പോൾ മാത്രമേ നമുക്ക് സക്സസ് ഉണ്ടാവുള്ളൂ. അല്ലാതെ നമുക്ക് ഫീമെയിൽസ് വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് എന്നിട്ട് പറയാം എന്ത് ഡെമോക്രസിയാണുള്ളത് എന്ന് പറയുന്നതിൽ കാര്യമില്ല അല്ലെ. നമ്മൾ ആ കാര്യം എന്ത് ചെയ്യണം, വി ഹാവ് ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ദോസ് കണ്ടീഷൻസ് ആൻഡ് അച്ചീവ് ദോസ് ഗോൾസ്. നമുക്ക് എന്ത് ഗോളാണോ ഉള്ളത് അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ആ ഒരു എൻവയോൺമെന്റ് ഉണ്ടാക്കി തരിക എന്നുള്ളതാണ് ഡെമോക്രസിയുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. ആ ഒരു എൻവയോൺമെന്റിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷനിൽ നിന്നും നമ്മൾ വേണം നമ്മളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ മക്കളെ പറഞ്ഞത്? ഓക്കെ, സോ accountable, responsive and legitimate government. Okay, accountable, responsive and legitimate government. There are some things that democracy must provide. In a democracy, we are most concerned with ensuring that people will have the right to choose their rulers and people will have control over the rulers. Okay, there are some things that democracy must provide.
കുറച്ച് കാര്യങ്ങളുണ്ട്. In a democracy, we are most concerned with ensuring that people will have the right to choose their rulers and people will have control over the rulers. അപ്പം ഡെമോക്രസി എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ. എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്? ആൾക്കാർക്ക്, പീപ്പിളിന് തീരുമാനിക്കാം അല്ലെ ആരാണ് അല്ലെങ്കിൽ റൂളറിനെ ചൂസ് ചെയ്യാനുള്ള റൈറ്റ് ആർക്കാണുള്ളത്? പീപ്പിളിനുണ്ട്. അതുപോലെ തന്നെ റൂളറിനെ കൺട്രോൾ ചെയ്യാനും അല്ലെ, ഹാവ് എ കൺട്രോൾ ഓവർ ദി റൂളേഴ്സ്. ആ റൂളേഴ്സിന്റെ മേലെ ഒരു കൺട്രോൾ ഉണ്ടാക്കാം. അപ്പം ഏതെങ്കിലും ഒരു റൂളർ ചെയ്യുന്ന കാര്യം ഭയങ്കര അട്ടർ ഫെയിലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോസ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. സോ ആ രീതിയിൽ ensuring that people will have the right to choose their rulers and people will have control over the rulers. നമുക്ക് നമ്മുടെ റൂളേഴ്സിനെ സെലക്ട് ചെയ്യാനും പറ്റും, നമുക്ക് റൂളേഴ്സിന് മേലെ കൺട്രോൾ ചെയ്യാനും വേണ്ടിയിട്ട് പറ്റും. Some people think that democracy produces less effective government. ചില ആൾക്കാർ വിചാരിക്കും ഡെമോക്രസി എന്ന് പറയുന്ന സാധനം, ഡെമോക്രസിക്ക് ലെസ് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഗവൺമെന്റിനെ മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന്. It is of course true that non-democratic rulers do not have to bother about deliberation in assemblies or worry about majorities and public opinion. അപ്പം നമ്മൾ ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. അപ്പം റൂളേഴ്സ് ഒരു തീരുമാനം എടുക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ കൺട്രിയിൽ ഒരു ഡിസിഷൻ വരികയാണ്. എന്താണ്? നമ്മൾ ഒരു ഗ്യാസ് സിലിണ്ടർ നിറയ്ക്കണമെന്നുണ്ടെങ്കിൽ 10,000 രൂപയാക്കുക എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഒരു പവൻ സ്വർണം വാങ്ങിക്കാൻ 2 ലക്ഷം രൂപയാന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ ഗ്യാസിന്റെ തന്നെ ആണെങ്കിൽ 10,000 20,000 രൂപയൊക്കെ ആക്കാന്ന് വിചാരിച്ചോ. അത് ഗവൺമെന്റ് അങ്ങ് വിചാരിക്കുകയാണ് അത്രയും പൈസ വേണമെന്ന്. അപ്പൊ എല്ലാ ആൾക്കാർക്കും അഫോർഡബിൾ ആണോ? അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പബ്ലിക്കിന്റെ ഒപ്പീനിയൻ നോക്കണം അല്ലെ. പബ്ലിക്കിന് ഒപ്പീനിയൻ നോക്കണം, പബ്ലിക്കിന് അത് അഫോർഡബിൾ ആണോ അല്ലയോ എന്നുള്ള കാര്യം നമ്മൾ കറക്റ്റ് ആയിട്ട് ഒപ്പീനിയൻ നോക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അത് ഡെമോക്രസി അല്ല അല്ലെ. ഡെമോക്രാറ്റിക് ഡെമോക്രാറ്റിക് അല്ലാത്തൊരു കൺട്രി എന്ന് വിചാരിച്ചോ, റൂളേഴ്സിന് ഒന്നും അറിയേണ്ട കാര്യമില്ല അല്ലെ. റൂളേഴ്സ് ഡോണ്ട് വെറി അബൌട്ട് മെജോറിറ്റീസ് ആൻഡ് പബ്ലിക് ഒപ്പീനിയൻ. പബ്ലിക്കിന്റെ ഒപ്പീനിയൻ ഒന്നും ഇത് ഡെമോക്രാറ്റിക് കൺട്രി അല്ലാന്നുണ്ടെങ്കിൽ നോക്കേണ്ട കാര്യമില്ല. റൂളേഴ്സ് ഒരു ഡിസിഷൻ അങ്ങ് പറയില്ലേ, റൂളേഴ്സ് ഒരു ഡിസിഷൻ പറയും, ആൾക്കാർ എന്ത് ചെയ്യുക അതനുസരിച്ച് അങ്ങ് ജീവിച്ചോളൂ, അത്രേ ഉള്ളൂ. അല്ലാതെ നമുക്ക് നമ്മളുടെ ഒരു വോയിസ് അത് പറ്റില്ല, അല്ലെങ്കിൽ അതിനൊരു പ്രതിഷേധം ആ ഒരു രീതിയിലൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. സോ അതാ പറഞ്ഞിരിക്കുന്നത്, നോൺ ഡെമോക്രാറ്റിക് റൂളേഴ്സ് do not have to bother about deliberation in assemblies or worry about majorities and public opinion. Public opinion എന്താണെന്നൊന്നും അവർക്ക് നോക്കേണ്ട കാര്യമില്ല. അതാണ് നോൺ ഡെമോക്രസിയിലുള്ള കാര്യം. So they can be very quick and efficient in decision making. അപ്പം ആ ഒരു കാര്യത്തിൽ നോൺ ഡെമോക്രാറ്റിക് ആണെന്നുണ്ടെങ്കിൽ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണ്. മക്കൾ ഇത് കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കണം. ഈ ഫീച്ചർ നോൺ ഡെമോക്രാറ്റിക് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വെരി ക്വിക്ക് ആൻഡ് എഫിഷ്യന്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. അവരുടെ റൂൾസ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് അവർക്ക് നിയമങ്ങളോ അല്ലെങ്കിൽ ഒരു കാര്യം അവർക്ക് പെട്ടെന്ന് ഡിസൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇപ്പൊ നമ്മുടെ ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. നമുക്ക് കേരളത്തിന്റെ അങ്ങേ അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റോഡ് പുതുതായിട്ട് ഉണ്ടാക്കണം, അല്ലെങ്കിൽ പുതിയൊരു പാലം ഉണ്ടാക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ആൾക്കാരെ ബാധിക്കുന്ന ഒരു കാര്യം. ഇപ്പൊ ഒരു റോഡ് ഇങ്ങറ്റം, കേരളത്തിന്റെ ഇങ്ങറ്റത്ത് മുതൽ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം മുതൽ ഉണ്ടാക്കുന്നത് വിചാരിച്ചോ. അപ്പം നമുക്ക് ഒരുപാട് ഒപ്പീനിയൻ നോക്കണം അല്ലെ. ആ വഴിയിലൊക്കെ ഉള്ള ആൾക്കാരുടെ വീട് നഷ്ടപ്പെടുന്നുണ്ടാവും അല്ലെ, അല്ലെങ്കിൽ ആ രീതിയിൽ പല കാര്യങ്ങളും അല്ലെ. നമുക്ക് എല്ലാ ആൾക്കാർക്കും ഫേവറബിൾ ആണോ, എന്തൊക്കെ ഓപ്പോസിഷൻ വരാം, ഏതൊക്കെ തരത്തില് പ്രതിഷേധം വരാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കണം അല്ലെ. ആൾക്കാരുടെ സേഫ്റ്റി ഇഷ്യൂസ്, അവിടുന്ന് മാറുന്ന ആൾക്കാരുടെ ഇഷ്യൂസ്, അല്ലെങ്കിൽ ആ രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചിട്ട് മാത്രമേ നമുക്ക്, ഒരുപാട് ഒപ്പീനിയൻ എടുത്തിട്ട് മാത്രമേ നമുക്കൊരു തീരുമാനമായിട്ട് എടുക്കാൻ പറ്റുള്ളൂ അല്ലെ. നമുക്ക് ഡെമോക്രസി ഉണ്ട്. അതേ സ്ഥാനത്ത് നേരെ മറിച്ച് ഒരു നോൺ ഡെമോക്രാറ്റിക് കൺട്രിയിലാണെങ്കിൽ ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ക്വിക്കായിട്ടൊരു ഡെസിഷൻ എടുക്കാൻ പറ്റില്ല. അവർക്ക് കറക്റ്റ് ഇന്ന് ഇത്ര സ്ഥലം മുതൽ ഇത്ര സ്ഥലം വരെ ഒരു റോഡ് വേണം. അത് റൂളായിട്ട് വന്നു അല്ലെ. അത് അവർക്ക് പെട്ടെന്ന് ഡെസിഷൻ എടുത്തു, അവർക്ക് റോഡ് വേണം. ആൾക്കാരുടെ പ്രശ്നം, ആൾക്കാരുടെ കൺസേൺസ് ഒന്നും അവർക്ക് അറിയേണ്ട കാര്യമില്ല അല്ലെ. അവരതൊന്നും അങ്ങനെ കൺസിഡർ ചെയ്യണ്ട. അവർ കൺസിഡർ ചെയ്യായികയില്ല, പക്ഷെ അവരുടെ പബ്ലിക്കിന്റെ ഒരു ഒപ്പീനിയൻ അത്ര സ്ട്രിക്റ്റ് ആയിട്ട് എടുക്കേണ്ട കാര്യം അതിൽ വരുന്നില്ല, നോൺ ഡെമോക്രസിയിൽ വരുന്നില്ല.
പക്ഷേ അവരുടെ ഡിസിഷൻ എന്തായിരിക്കും? വെരി ക്വിക്ക് ആൻഡ് എഫിഷ്യന്റ് ഇൻ ഡെസിഷൻ മേക്കിംഗ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. അവരുടെ ഡിസിഷൻ മേക്ക് ചെയ്യാനും അല്ലെ അവർക്കൊരു തീരുമാനം ഉണ്ടാക്കാനും അത് ഇംപ്ലിമെന്റ് ചെയ്യാനും അവർക്ക് പെട്ടെന്ന് കഴിയും. ഓക്കെ, നോൺ ഡെമോക്രാറ്റിക് ആണെന്നുണ്ടെങ്കിൽ ഒരു ഡിസിഷൻ ഉണ്ടാക്കാനും അത് ഇംപ്ലിമെന്റ് ചെയ്യാനും എന്ത് ചെയ്യും? പെട്ടെന്ന് കഴിയും. Democracy is based on the idea of deliberation and negotiation. So, some delay is bound to take place. Okay. അപ്പം ഡെമോക്രസി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഡിലേ വരും അല്ലെ. നമ്മളൊരു എന്താണ് എന്തെങ്കിലുമൊക്കെ നിയമമൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ബില്ല് രൂപത്തിലോ കരട് രൂപത്തിലൊക്കെ ഫസ്റ്റ് നിയമം പാസ്സാക്കി അത് അംഗീകരിച്ചല്ലേ ലാസ്റ്റ് ആ രീതിയിൽ ഒരു ഹയറാർക്കി ആയിട്ട് പോയാൽ മാത്രമേ നമുക്ക് പുതിയ ലോസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു പുതിയൊരു പ്രോജക്റ്റ് ഒക്കെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചർച്ചയ്ക്ക് ഇടണം അല്ലെ. ഇത് കൊണ്ടുവന്നാലുള്ള പരിസ്ഥിതിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാവോ, ദാറ്റ് ഈസ് എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ആർക്കെന്തെങ്കിലും എന്തെങ്കിലും ദോഷം ഉണ്ടാവുമോ, പരിസരത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ, അവിടെയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ, അവിടെയുള്ള ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥ ദാറ്റ് മീൻസ് എക്കോസിസ്റ്റത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ. ഈ രീതിയിൽ എന്താണ് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കി ആൾക്കാരുടെ പേഴ്സണൽ ഒപ്പീനിയൻ അല്ലെങ്കിൽ ആ ഒരു റീജിയണിൽ ഒരു ഡാം കൊണ്ടുവരുന്നു അല്ലെങ്കിൽ ഒരു ഫാക്ടറി കൺസ്ട്രക്ട് ചെയ്യുന്നു. ഇതിലെല്ലാം എന്ത് ചെയ്യണം? ആൾക്കാരുടെ ഒരു എന്താ പറയാ റെസ്പോൺസ് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്ത് അത് ഡിസ്കഷനിലിട്ട് അതിനുള്ള സൊല്യൂഷൻ കണ്ട് ഈ രീതിയിൽ മാത്രമേ നമുക്കൊരു ഡെമോക്രാറ്റിക് കൺട്രിയിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സോ ആ ഒരു ഡിസ്കഷന്റെ ടൈം അല്ലെങ്കിൽ അതിനൊരു ഡിസിഷൻ എടുക്കുന്ന സമയത്തിന് ചിലപ്പം എന്തുണ്ടാവും? മറ്റേതുപോലെ ക്വിക്ക് ആൻഡ് ഫാസ്റ്റ് ആൻഡ് ക്വിക്ക് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. ഡെമോക്രാറ്റിക് ആകുന്ന സമയത്ത് കുറച്ചൊരു ഡിലേ ഡിസിഷൻ മേക്കിങ്ങിൽ ഉണ്ടാവും സ്വാഭാവികമായിട്ടും. അപ്പം ഡസ് ദാറ്റ് മേക്ക് ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ഇൻഎഫിഷ്യന്റ്? അപ്പം ഞാൻ പറഞ്ഞു നോൺ ഡെമോക്രാറ്റിക് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ക്വിക്ക് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും. പക്ഷെ ഡെമോക്രാറ്റിക് ആണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഡിലേ വരും അല്ലെ. ഈ പറഞ്ഞിരിക്കുന്ന ഡിസ്കഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചൊരു ഡിലേ വരും. അപ്പൊ അതിന്റെ അർത്ഥം ഡെമോക്രാറ്റിക് ഭയങ്കര അബദ്ധമാണ്, നോൺ ഡെമോക്രാറ്റിക് ആണ് വളരെ ഫാസ്റ്റ് ആയിട്ട് ഡിസിഷൻ എടുക്കുന്നതെന്നല്ലേ? അതിന്റെ അർത്ഥം ഡെമോക്രാറ്റിക് കൊള്ളൂല എന്നാണോ? നമുക്ക് ഈ ഒരൊറ്റ ക്രൈറ്റീരിയ വെച്ചിട്ട് അല്ലെ പെട്ടെന്ന് ഡിസിഷൻ എടുക്കാൻ പറ്റും അല്ലെങ്കിൽ പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരൊറ്റ കാര്യം വെച്ചിട്ട് നമുക്ക് ഡെമോക്രസി നല്ലതാണ്, നോൺ ഡെമോക്രസി ചീത്തയാണ്, ആ രീതിയിൽ നമുക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഓക്കെ, ഇമാജിൻ എ ഗവൺമെന്റ് ദാറ്റ് മേ ടേക്ക് ഡിസിഷൻസ് വെരി ഫാസ്റ്റ് but it may take decisions that are not accepted by the people and may therefore face problems. Okay, ഒരു ഗവൺമെന്റിനെ നിങ്ങൾ ഇമാജിൻ ചെയ്യുക, പെട്ടെന്ന് ഡിസിഷൻ എടുക്കും. ഡിസിഷൻ ഒക്കെ വളരെ പെട്ടെന്ന്, ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ, ഡിസിഷൻ വളരെ ഫാസ്റ്റ് ആയിരിക്കും, പക്ഷെ ആർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല? സാധാരണ ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പീപ്പിളിന് എന്ത് ചെയ്യാൻ പറ്റില്ല? അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ഡിസിഷൻസ് എടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല അല്ലെ. ആൾക്കാർക്കും കൂടെ റൂളിങ് ചെയ്യുന്ന സമയത്ത് അത് അവിടുത്തെ ജനങ്ങൾക്കും കൂടെ എന്തായിരിക്കണം? ബെനിഫിഷ്യൽ ആയിരിക്കുന്ന രീതിയിൽ വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഭരണം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അല്ലെ. ഓക്കെ, സോ may take decisions that are not accepted by the people and may therefore face problems. അല്ലെ, in contrast, the democratic government will take more time to follow procedures before arriving at a decision. അല്ലെ, ഡെമോക്രാറ്റിക് ആണെങ്കിൽ ഒരുപാട് പ്രൊസീജിയേഴ്സിലൂടെ ഒക്കെ കടന്നു പോക്കിയിട്ട് അതിന്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ കൺസിഡർ ചെയ്തിട്ട് എല്ലാം കൂടെ നോക്കിയിട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഒരു ഡിസിഷൻ, ഫൈനൽ ഡിസിഷൻ എടുക്കുള്ളൂ. അപ്പം അതെന്ന് പറയുന്നത് കുറച്ച് ഡിലേ കാണിക്കും. നോൺ ഡെമോക്രാറ്റിക് ആണെന്നുണ്ടെങ്കിൽ ക്വിക്ക് ആയിട്ടുള്ളൊരു ഡിസിഷനും കിട്ടും അല്ലേ. ബട്ട് ബിക്കോസ് it has followed procedures, its decisions may be both more acceptable to the people and more effective. നമ്മള് ആൾക്കാർക്ക് വരുന്ന ഗുഡ് ആൻഡ് ബാഡ്സ് അല്ലെ, വരും വരായികകളൊക്കെ നോക്കിയിട്ട് അവരുടെ വെൽബീയിങ് എങ്ങനെയാണ്, ആൾക്കാർക്ക് അത് കംഫർട്ടബിൾ ആണോ, ആൾക്കാർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ആൾക്കാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുമോ, വേറെ ഏതെങ്കിലും ജീവജാലങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുമോ, ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ഡിസിഷൻ എടുക്കുന്നത്. ആ എടുക്കുന്ന ഡിസിഷൻ നോൺ ഡെമോക്രാറ്റിക്കിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് കുറച്ചും കൂടി ആക്സെപ്റ്റബിളും ആയിരിക്കും ആൻഡ് മോർ ഇഫക്റ്റീവും ആയിരിക്കും.
മറ്റേതൊരു ക്വിക്കായിട്ടൊരു ഡെസിഷൻ എടുക്കാന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ എല്ലാം കൺസിഡർ ചെയ്തിട്ട് കുറച്ചൊരു ലാഗ് വരുന്നേ ഉള്ളൂ. പക്ഷേ എടുക്കുന്ന ഡെസിഷൻ എന്ന് പറയുന്നത് മോർ ആക്സെപ്റ്റബിൾ ആൻഡ് മോർ ഇഫക്റ്റീവ് ആയിരിക്കും. ഓക്കെ, so the cost of time that democracy pays is perhaps worth it. അല്ലെ, നിങ്ങൾ ഈ പോയിന്റ്സ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കണം കേട്ടോ. ഡെമോക്രസിയുടെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും, നോൺ ഡെമോക്രസിയുടെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. അല്ലെ, നോൺ ഡെമോക്രസി എന്ന് പറയുന്നത് ഡെസിഷൻ മേക്കിങ്ങിൽ വളരെ ക്വിക്കാണ്. ആൻഡ് ഡെമോക്രസി എന്ന് പറയുന്നത് അല്ലേ കുറെ ഡിസ്കഷൻ ഒക്കെ കഴിഞ്ഞിട്ടാണ് ഡെസിഷൻ മേക്ക് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് മോർ ആക്സെപ്റ്റബിൾ ആൻഡ് മോർ ഇഫക്റ്റീവ്. അല്ലെ, കുറച്ചും കൂടി ആക്സെപ്റ്റബിളും ആണ്, കുറച്ചും കൂടെ ഇഫക്റ്റീവുമാണ്. സോ ദ കോസ്റ്റ് ഓഫ് ടൈം ദാറ്റ് ഡെമോക്രസി പേസ് ഈസ് പെർഹാപ്സ് വർത്ത് ഇറ്റ്. അല്ലെ, നമ്മൾ കുറച്ച് ടൈം ഡെമോക്രസിയിലാണെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാൻ ഒരുപാട് ടൈം എടുക്കുന്നുണ്ടെങ്കിലും ആ ടൈം എടുത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഡെസിഷൻ എന്ന് പറയുന്നത് നല്ലൊരു ഫൈനൽ ഔട്ട്കം ആണ്. അല്ലെ, സോ അതാണ്. Look at the other side. Democracy ensures that decision making will be based on norms and procedures. So, a citizen who wants to know if a decision was taken through the correct procedures can find this out. She has the right and means to examine the process of decision making. This is known as transparency. അപ്പം എന്താ ട്രാൻസ്പാരൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ? ട്രാൻസ്പാരൻസി കേട്ടിട്ടുണ്ടാവും അല്ലെ, നിങ്ങൾ ട്രാൻസ്പാരന്റ് ഒബ്ജക്റ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ, ട്രാൻസ്പാരൻസി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സോ ഡെമോക്രസി എൻഷുവേഴ്സ് ദാറ്റ് ഡിസിഷൻ മേക്കിംഗ് വിൽ ബി ബേസ്ഡ് ഓൺ നോംസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. അപ്പം ഡെമോക്രസിയിൽ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ നോംസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആണ്. സോ ദി സിറ്റിസൺ who wants to know if a decision was taken through the correct procedures can find this out. അപ്പം നമ്മളുടെ ഡെമോക്രസിയിൽ ഒരു ഡെസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് എന്തിന്റെ ബേസിസിലാണ്? ഡെമോക്രസിയിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇതിന്റെ ബേസിസിലാണ്. അല്ലെ, ഒരു ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ഒരു കുറച്ച് നോംസും അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പ്രൊസീജിയർ ഉണ്ട്. ഇപ്പം എനിക്കറിയണം എൻ്റെ രാജ്യത്ത് ഒരു ഡെസിഷൻ ഉണ്ടാക്കിയിട്ടുള്ളത് കറക്റ്റ് പ്രൊസീജിയേഴ്സിലൂടെയാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രോബാക്ക് ഉണ്ടോ എന്ന് എനിക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എനിക്കത് അറിയാനുള്ള റൈറ്റും ഉണ്ട്, എനിക്കത് അറിയാനുള്ള വഴിയുമുണ്ട്. ഓക്കെ, എനിക്കറിയാൻ പറ്റും എൻ്റെ രാജ്യത്തുള്ള ഡിസിഷൻ എന്തിൻ്റെ ബേസിസിലാണ് എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് ഉണ്ടാക്കിയിരിക്കുന്നത് കറക്റ്റ് പ്രൊസീജിയർ വഴിയാണോ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് എനിക്കറിയാൻ പറ്റും. എങ്ങനെയാത് അറിയാൻ പറ്റുക? ഷീ ഹാസ് എ റൈറ്റ്, എനിക്കത് അറിയാനുള്ള അവകാശമുണ്ട്. ആൻഡ് ദ മീൻസ് ടു എക്സാമിൻ ദ പ്രോസസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിനെ എന്ത് പറയുന്നത്? ട്രാൻസ്പാരൻസി എന്ന് പറയുന്നത്. This factor is often missing from a non-democratic government. അപ്പം നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഒരു പീപ്പിളിന് ചിലപ്പം അറിയാൻ പറ്റില്ല അവരുടെ ഡിസിഷൻ പുതിയൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്, ആ ഡിസിഷൻ കറക്റ്റ് പ്രൊസീജിയേഴ്സ് പ്രകാരമാണോ എടുത്തിട്ടുള്ളത് എന്ന് നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റിന് ചിലപ്പം അറിയണമെന്നില്ല. അതേ സ്ഥാനത്ത് ഡെമോക്രാറ്റിക് കൺട്രിയിലുള്ള ഒരു സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്, ആ ഡിസിഷൻ എടുത്തിട്ടുള്ള കറക്റ്റ് പ്രൊസീജിയർ ബേസ്ഡ് ആണോ എന്ന് കറക്റ്റ് ആയിട്ട് അറിയാനുള്ള ഒരു റൈറ്റ് ഉണ്ട്. ഓക്കെ, അതിനുള്ള മെത്തേഡ്സും ഉണ്ട് അല്ലെ. ഓക്കെ, therefore when we are trying to find out the outcomes of democracy, it is right to expect democracy to produce a government that follows procedures and is accountable to the people. We can also expect that the democratic government develops mechanisms for citizens to hold the government accountable and mechanisms for citizens to take part in decision making whenever they think fit. അപ്പം ആൾക്കാർക്ക് ഡെസിഷൻ മേക്കിങ്ങിൽ ടേക്ക് പാർട്ട് ചെയ്യാനും പറ്റും, ഭാഗമാവാനും പറ്റും. അതുപോലെ തന്നെ ഇതൊക്കെ കറക്റ്റ് ആയിട്ടാണോ ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാനും പറ്റും. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ പഠിച്ചതെന്ന് നമുക്ക് ഓർമ്മ ഉണ്ടോ? ഓക്കെ, if you wanted measure democracies on the basis of this expected outcome, you would look for the following practices and institutions. Regular നമ്മളുടെ ഡെമോക്രസിയിൽ നടക്കുന്ന കാര്യങ്ങൾ നോക്കിക്കേ. റെഗുലർ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ് അല്ലെ,
ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ് ആണ് അല്ലെ. നമുക്ക് ഫ്രീ ആയിട്ട് ഇലക്ഷൻ ചെയ്യാൻ പറ്റും. നമുക്ക് ആരുടെയും ഒരു പ്രഷർ ഒന്നും വരില്ല. നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇലക്ഷൻസിൽ വോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ. നമുക്ക് ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള റൂളേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പം റൂൾ ചെയ്യാൻ നമുക്ക് കംഫർട്ടബിൾ ആണ് അല്ലെങ്കിൽ നമുക്ക് ആപ്റ്റ് ആണെന്ന് തോന്നുന്ന ആൾക്കാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വോട്ട് ചെയ്തിട്ട് അവരെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് റെഗുലർ ഇന്റർവെൽ അല്ലെ. ഒരു 5 വർഷമാണെങ്കിൽ 5 വർഷം ഇന്റർവെല്ലിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ റെഗുലർ ആയിട്ടുള്ള ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ് ഡെമോക്രസിയിൽ നടക്കുന്നുണ്ട്. ഓപ്പൺ പബ്ലിക് ഡിബേറ്റ് ഓൺ മേജർ പോളിസീസ് ആൻഡ് ലെജിസ്ലേഷൻസ്. അപ്പം ഓപ്പൺ പബ്ലിക് ഡിബേറ്റ് അല്ലെ, മേജർ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ടുള്ള പബ്ലിക് ഡിബേറ്റ് അല്ലെ, ആൾക്കാരുടെ ഒപ്പീനിയൻ രേഖപ്പെടുത്താനുള്ള സാഹചര്യങ്ങൾ തരുന്നുണ്ട്. സിറ്റിസൺസ് റൈറ്റ് ടു ഇൻഫർമേഷൻ അബൌട്ട് ദി ഗവൺമെന്റ് ആൻഡ് ഇറ്റ്സ് ഫങ്ഷനിങ്. അപ്പം സിറ്റിസൺസിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവരുടെ ഗവൺമെന്റിന്റെ ഫങ്ഷനിങ് അറിയാൻ വേണ്ടിയിട്ട്, ഗവൺമെന്റിന്റെ ഫങ്ഷൻസ് അല്ലെങ്കിൽ ഗവൺമെന്റ് എങ്ങനെയാണ് ഫങ്ഷനിങ് ചെയ്യുന്നതെന്ന് അറിയാനുള്ള ഒരു റൈറ്റ് സിറ്റിസൺസിന് കൊടുക്കുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയാസ്. റെഗുലർ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ്, ഓപ്പൺ പബ്ലിക് ഡിബേറ്റ് ഓൺ മേജർ പോളിസീസ് ആൻഡ് ലെജിസ്ലേഷൻസ്, സിറ്റിസൺസ് റൈറ്റ് ടു ഇൻഫർമേഷൻ അബൌട്ട് ദി ഗവൺമെന്റ് ആൻഡ് ഇറ്റ്സ് ഫങ്ഷനിങ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളുടെ ഡെമോക്രസിയിൽ അല്ലെ, ഡെമോക്രസി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അളവുകൾ അല്ലെ. സോ ഇത്രയും കാര്യങ്ങൾ. The actual performance of democracies shows a mixed record on this. Democracies have had greater success in setting up regular and free elections and in setting up conditions for open public debate. ഞാൻ പറഞ്ഞു അല്ലെ, ഡെമോക്രസിയിൽ റെഗുലർ ആയിട്ടുള്ള ഇന്റർവെല്ലിൽ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ് ഉണ്ട്, പബ്ലിക് ഡിബേറ്റ് മോസ്റ്റ് ഓഫ് ദി വലിയ ടോപ്പിക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പബ്ലിക് ഡിബേറ്റിനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. But most democracies fall short of elections that provide a fair chance to everyone and in subjecting every decision in public debate. അപ്പം എല്ലാ ഡെമോക്രസിന്റെ കുറെ കാര്യങ്ങളാണിത്. അപ്പൊ എല്ലാ ഡെമോക്രസിയിലും ഇത് തന്നെയാണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ചില ഡെമോക്രസിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾക്കൊന്നും, എല്ലാ കുഞ്ഞു കാര്യങ്ങൾക്കോ അല്ലെ വലിയ കാര്യങ്ങൾക്കോ എല്ലാത്തിനും ഒന്നും പബ്ലിക്കിന് കയറിയിട്ട് ഇടപെടാനോ പബ്ലിക് ഡിബേറ്റ് നടത്താനോ ഒന്നും പറ്റില്ല. അതുപോലെ തന്നെ അവർക്ക് ഇലക്ഷൻസ് തന്നെ കറക്റ്റ് ആയിട്ട് fall short of elections that provide a fair chance to everyone and subjecting every decision to public debate. എല്ലാ ചാൻസസും എല്ലാ ഡെമോക്രസിയിലും കിട്ടണമെന്നില്ല. അപ്പൊ നമ്മളുടെ ഓരോന്നിനനുസരിച്ച്, ഓരോ കൺട്രിക്ക് അനുസരിച്ച് ഡെമോക്രസിയിൽ കിട്ടുന്ന അഡ്വാൻറ്റേജസിലും എന്ത് വരുത്തുന്നുണ്ടോ, ഡിഫറൻസസ് വരുത്തുന്നുണ്ട്. ഓക്കെ. Democratic governments do not have a very good record when it comes to sharing information with the citizens. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് റൈറ്റ് ടു ഇൻഫർമേഷൻ ഉണ്ട് അല്ലെ, നമുക്ക് കറക്റ്റ് ആയിട്ട് എല്ലാ ഇൻഫർമേഷനും നമുക്ക് കിട്ടാനുള്ളതുണ്ടെന്ന്. പക്ഷെ എല്ലാ സമയത്തും എല്ലാ ഡെമോക്രസിയിലും എന്ത് ചെയ്യില്ല, do not have a very good record when it comes to sharing information with the citizens. All one can see in favor of democratic regimes is that they are much better than any non-democratic regime in these respects. അപ്പം നമുക്ക് ഡെമോക്രസി നല്ലതാണെന്ന് പറയുമ്പം, ഏറ്റവും നല്ലത് ഡെമോക്രസി ആണെന്ന് പറയുമ്പോഴും അവിടെ അല്ലെ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, പ്രിൻസിപ്പിൾ ആയിട്ട് പറയും, പക്ഷെ പ്രാക്ടീസിൽ എത്തുമ്പം ഓരോ കൺട്രിക്ക് അനുസരിച്ചും അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷൻ അനുസരിച്ചും എന്തുണ്ടാവും, ഡിഫറൻസസ് ഉണ്ടാവും. അതുപോലെ തന്നെ നോൺ ഡെമോക്രസിയെ അപേക്ഷിച്ച് നോക്കുമ്പം ഡെമോക്രസി നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ എല്ലാ ആസ്പെക്റ്റിലും നമുക്ക് എടുത്ത് ചകഞ്ഞു നോക്കുന്ന സമയത്ത് ഡെമോക്രസിയാണ് നല്ലത് അല്ലെങ്കിൽ നോൺ ഡെമോക്രസിയാണ് നല്ലത് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഓക്കെ. In substantive terms, it may be reasonable to expect from democracy a government that is attentive to the needs and demands of the people and is largely free of corruption. അപ്പം നമുക്ക് പറയുന്ന സമയത്ത് എന്ത് പറയാം, ഫ്രീ ഓഫ് കറപ്ഷൻ ആണെന്ന് പറയാൻ പറ്റില്ലേ. In substantive terms, it may be reasonable to expect from democracy a government that is attentive to the needs and demands of the people and is largely free of corruption ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. The record of democracies is not impressive on these two counts. പക്ഷെ നമുക്ക് റെക്കോർഡ്സ് ചെയ്ത് നോക്കുന്ന സമയത്ത് not impressive on these
2 counts. Democracies often frustrate the needs of the people and democracy often frustrates the need of the people and often ignore the demands of the majority of its population. അപ്പോൾ ചില സമയത്ത് ഡെമോക്രസി നമ്മൾ വിചാരിക്കുന്നത് അല്ലെ പ്രിൻസിപ്പിളും പ്രാക്ടീസും തമ്മിൽ എന്തുണ്ട് വ്യത്യാസമുണ്ട്. Democracies often frustrate the needs of the people, okay, and often ignore the demands of a majority of its population. Majority populationന്റെ ഡിമാൻഡ്സ് ചിലപ്പം ഇഗ്നോർ ചെയ്യാറുമുണ്ട്. അപ്പം ഡെമോക്രസി എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ എങ്ങനെയാണോ ഡെമോക്രസി അതാണ് ഡെമോക്രസി, ഇങ്ങനെയാണ് ഡെമോക്രസി എന്നൊക്കെ പറയുമ്പോഴും എപ്പോഴും എല്ലാ സ്ഥലത്തും ഡെമോക്രസി എന്ന് പറയുന്ന വേർഡ് സെയിം ആസ്പെക്റ്റിലായിരിക്കില്ല, അല്ലെങ്കിൽ സെയിം ഫങ്ഷനിങ് ആയിരിക്കില്ല ആ ഒരു ഡെമോക്രസി എന്ന് പറയുന്ന വേർഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ the routine tales of corruptions are enough to convince us that democracy is not free of this evil. At the same time, there is nothing to show that non-democracies are less corrupt or more sensitive to the people. Okay, there is one respect in which democratic government is certainly better than its alternatives. അപ്പം ഒരു കാര്യം പറയുകയാണെങ്കിൽ എപ്പോഴും നമുക്ക് പറയാൻ പറ്റും ഡെമോക്രസി എന്ന് പറയുന്നത് നോൺ ഡെമോക്രസിയെ കമ്പയർ ചെയ്യുമ്പോഴും എപ്പോഴും എന്താണ് ബെറ്റർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ഈസ് ലെജിറ്റിമേറ്റ് ഗവൺമെന്റ്. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഡെമോക്രാറ്റിക് ഗവൺമെന്റ് എന്താ മക്കളെ? ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഗവൺമെന്റ് ആണ്. ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ഈസ് legitimate government. It may be slow, less efficient, not always very responsive or clean. ചില ലെജിറ്റിമേറ്റ് ഗവൺമെന്റ് ആണ്, ചിലപ്പം ഡെമോക്രസിന്റെ ഗവൺമെന്റ് സിസ്റ്റം എന്തായിരിക്കും? സ്ലോ ആയിരിക്കും, അല്ലെങ്കിൽ എഫിഷ്യൻസി കുറവായിരിക്കും, അല്ലെങ്കിൽ എപ്പോഴും വലിയ റെസ്പോൺസീവോ ക്ലീൻ ഒന്നും ആയിരിക്കണമെന്നില്ല. അപ്പം സ്ലോ ആയിരിക്കാം, അല്ലെങ്കിൽ ലെസ് എഫിഷ്യന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നോട്ട് ഓൾവേസ് വെരി റെസ്പോൺസീവ് ഓർ ക്ലീൻ. പക്ഷേ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താ നോക്കിക്കേ മക്കളെ? ബട്ട് എ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ഈസ് പീപ്പിൾസ് ഓൺ ഗവൺമെന്റ്, അല്ലെ? ജനങ്ങളുടെ സ്വന്തം ഗവൺമെന്റ് ആണ് എന്താ? ഡെമോക്രസി എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ അത് സ്ലോ ഇൻ ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾക്ക് ഡെമോക്രസി സ്ലോ ആയിരിക്കാം. പക്ഷേ എ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ഈസ് പീപ്പിൾസ് ഓൺ ഗവൺമെന്റ്. Okay, that is why there is an overwhelming support for the idea of democracy all over the world. The support exists in countries with democratic regimes as well as countries without democratic regimes. Okay, people wish to be ruled by representatives elected by them. ആൾക്കാര് ആര് അവരെ റൂൾ ചെയ്യണമെന്നാണ് ഇഷ്ടപ്പെടുന്നത്? പീപ്പിൾ ആര് റൂൾ ചെയ്യണമെന്നാണ് ഇഷ്ടപ്പെടുന്നത്? അവർ സെലക്ട് ചെയ്യുന്ന റെപ്രസെന്റേറ്റീവ്സ് വേണം അവരെ റൂൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്. ദേ ഓൾസോ ബിലീവ് ദാറ്റ് ഡെമോക്രസി ഈസ് സ്യൂട്ടബിൾ ഫോർ ദെയർ കൺട്രി. അവർ വിചാരിക്കുന്നത് ഡെമോക്രസിയാണ് അവരുടെ കൺട്രിയിൽ സ്യൂട്ടബിൾ എന്നാണ്. ആൻഡ് ഡെമോക്രസീസ് എബിലിറ്റി ടു ജനറേറ്റ് ഇറ്റ്സ് ഓൺ സപ്പോർട്ട് ഈസ് ഇറ്റ്സെൽഫ് ആൻ ഔട്ട്കം that cannot be ignored. So democracy's ability to generate its own support is itself an outcome that cannot be ignored. So ഡെമോക്രസിയിൽ എന്തുണ്ട്? അഡ്വാൻറ്റേജും ഉണ്ട്, ഡിസഡ്വാൻറ്റേജും ഉണ്ട്. അപ്പം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് മക്കളെ ഈ ഒരു ഫസ്റ്റ് ടോപ്പിക്കിൽ പഠിച്ചത്? ഫസ്റ്റ് സെഷനിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? ഒന്നുകൂടെ നോക്കിയാൽ ഔട്ട്കംസ് ഓഫ് ഡെമോക്രസിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് നോക്കിക്കേ. അപ്പം നമ്മൾ ഡെമോക്രസിയെ എങ്ങനെയൊക്കെയാണ് അസസ് ചെയ്യുന്നത്? പ്രൊമോട്ട്സ് ഈക്വാലിറ്റി എമംഗ് സിറ്റിസൺസ്. ഈ പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്ത് തരാം കേട്ടോ. പ്രൊമോട്ട്സ് ഈക്വാലിറ്റി എമംഗ് സിറ്റിസൺസ്, enhance the dignity of the individual, improves the quality of decision making, provides a method to resolve conflict, allow room to correct mistakes. പിന്നെ നമ്മൾ പറഞ്ഞു ഡെമോക്രസീൻ്റെ അകത്ത് മോറൽ ആൻഡ് പ്രുഡൻഷ്യൽ റീസൺ എന്തൊക്കെയാണെന്ന് പറഞ്ഞു അല്ലെ. ആൻഡ് ഇതിൽ പറയുന്നത് നമുക്ക് എലക്ഷൻസ് ഉണ്ട്, പാർട്ടീസ്. ഡെമോക്രസി എന്ന് പറയുമ്പം എലക്ഷൻസ്, പാർട്ടീസ്, റൈറ്റ്സ് ഓഫ് സിറ്റിസൺസ് ഒക്കെ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. പക്ഷെ നോൺ ഡെമോക്രസി അതിൽ തന്നെയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ ഉള്ള, അല്ലെങ്കിൽ ഓരോ കൾച്ചറിനനുസരിച്ചും എന്തുണ്ട്? ഡിഫറൻസ് ഉണ്ട്. ഇനി ഡെമോക്രസി എന്ന് നമ്മൾ പറയുന്ന സമയത്ത് പല അങ്ങോട്ടും ഇങ്ങോട്ടും പല വ്യത്യാസങ്ങളും ഉണ്ട്.
ആൻഡ് ഡെമോക്രസി ലെസ് ഇഫക്റ്റീവ് ഗവൺമെന്റ് ആണെന്ന് പറയുന്നുണ്ട്. എന്താണ് ചില സമയത്ത് പറയുന്നത്, പക്ഷെ നമ്മളുടെ നോൺ ഡെമോക്രാറ്റിക് കൺട്രിയിലാണെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് ക്വിക്ക് ആയിരിക്കും, ഇംപ്ലിമെന്റേഷൻ ക്വിക്ക് ആയിരിക്കും. പക്ഷെ നമ്മുടെ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പം കുറച്ച് സ്ലോ ആയിരിക്കും. കാരണം എന്താണ്, അവർ കുറെ ഡിസ്കഷനൊക്കെ നടത്തിയിട്ട് അല്ലെ അതിന്റെ വരും വരായികളൊക്കെ ചിന്തിച്ചിട്ടായിരിക്കും നമ്മൾ എന്താക്കുന്നുണ്ടാവുക, റൂൾസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ടാവുക. അതാ പറയുന്നത്, അത് ടൈം കൺസ്യൂമിങ് ആണെങ്കിലും മോർ ആക്സെപ്റ്റബിൾ ആൻഡ് മോർ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഡെസിഷൻ ആയിരിക്കും ഡെമോക്രാറ്റിക് കൺട്രിയിൽ അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് ഗവൺമെന്റ് എടുക്കുന്നുണ്ടാവുക. ആൻഡ് ദ കോസ്റ്റ് ഓഫ് ടൈം ദാറ്റ് ഡെമോക്രസി പേസ് us പെർഹാപ്സ് വർത്ത് ഇറ്റ്, അല്ലെ? കുറച്ച് ടൈം എടുത്തു കഴിഞ്ഞാലും നല്ലൊരു ഡെസിഷൻ ആയിരിക്കും നമ്മൾ ഡെമോക്രസിയിൽ എടുക്കുക. കാരണം ഡിസ്കഷനും കാര്യങ്ങളും അതിന്റെ വരും വരായികളൊക്കെ ചിന്തിച്ചിട്ടാണ് നമ്മൾ ഡിസിഷൻ ഡിസൈഡ് ചെയ്യുന്നത്. ആൻഡ് നമ്മൾ പറഞ്ഞു ഡെമോക്രസിയിൽ എന്തുണ്ട്, ട്രാൻസ്പാരൻസി ഉണ്ട്. ട്രാൻസ്പാരൻസി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അറിയാൻ പറ്റും അല്ലെ, എന്തൊക്കെ കാര്യങ്ങൾ വെച്ചിട്ടാണ് നോംസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഡിസിഷൻ മേക്കിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് ഓരോ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനെയാണ് നമ്മൾ ആ ഒരു സിസ്റ്റത്തിന്റെ ട്രാൻസ്പാരൻസി എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് ദിസ് ഫാക്ടർ ഇസ് ഓഫൺ മിസ്സിംഗ് ഫ്രം എ നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റ്. അപ്പൊ നോൺ ഡെമോക്രാറ്റിക് ഗവൺമെന്റിലെ ട്രാൻസ്പാരൻസി നമുക്ക് അഷർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ആൻഡ് മെക്കാനിസംസ് ഉണ്ട്, ടേക്ക് പാർട്ട് ഇൻ സിറ്റിസൺസ് ടു ടേക്ക് പാർട്ട് ഇൻ ഡെസിഷൻ മേക്കിംഗ് whenever they think fit. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡെമോക്രസി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഡെമോക്രസിയിൽ റെഗുലർ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓപ്പൺ പബ്ലിക് ഡിബേറ്റ് ഓൺ മേജർ പോളിസീസ് ആൻഡ് ലെജിസ്ലേഷൻസ്, സിറ്റിസൺസ് റൈറ്റ് ടു ഇൻഫർമേഷൻ അബൌട്ട് ദി ഗവൺമെന്റ് ആൻഡ് ഇറ്റ്സ് ഫംഗ്ഷൻ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു ഷെയറിങ് ഇൻഫർമേഷൻ വിത്ത് സിറ്റിസൺസ്. എല്ലാ ഡെമോക്രസിയിലും ഷെയറിങ് ഇൻഫർമേഷൻ വിത്ത് സിറ്റിസൺസ് ഉണ്ടാവണമെന്നില്ല. അപ്പൊ നമ്മൾ പറയുന്ന കാര്യങ്ങളും നമ്മൾ പ്രവൃത്തിയിൽ വരുമ്പോഴും ഡിഫറൻസസ് വരും അല്ലെ. ആൻഡ് അവർക്ക് ചിലപ്പം നോൺ ഡെമോക്രാറ്റിക്കും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ഡെമോക്രാറ്റിക് എപ്പോഴും ഡെമോക്രസിനേക്കാളും ഇൻഫീരിയർ ആയിട്ട് തന്നെയാ പറയാ. ഡെമോക്രസി എന്ന് പറയുന്നത് കുറെ അഡ്വാൻറ്റേജസ് ഉണ്ട്, എന്നാൽ നമ്മൾ ചില ഡിസഡ്വാൻറ്റേജ് വെച്ചിട്ട് എന്താന്ന് പറയാൻ പാടില്ല, ഡെമോക്രസി നല്ലതല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. നമുക്ക് ഇതിൽ ഡെമോക്രസീസ് ഓഫൺ ഫ്രസ്ട്രേറ്റ് ദ നീഡ്സ് ഓഫ് ദ പീപ്പിൾ ആൻഡ് ഓഫൺ ഇഗ്നോർ ദ ഡിമാൻഡ്സ് ഓഫ് എ മെജോറിറ്റി ഓഫ് ഇറ്റ്സ് പോപ്പുലേഷൻ. അതും ഉണ്ട് ഡെമോക്രസിക്ക് അല്ലെ. ആൻഡ് ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെജിറ്റിമേറ്റ് ഗവൺമെന്റ് ആണ് അല്ലെ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കണം. ലെജിറ്റിമേറ്റ് ഗവൺമെന്റ് ആണ്. ഇറ്റ് മേ ബി സ്ലോ, less efficient, not always very responsive or clean, but a democratic government is people's own government അല്ലേ, ആൾക്കാരുടെ സ്വന്തം ഗവൺമെന്റ് ആണ്. അപ്പം അതുകൊണ്ട് ഡെമോക്രസി ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെഷനിൽ പറയാനുണ്ടായിരുന്നത്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി കുറച്ചും കൂടെ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. നമുക്ക് നെക്സ്റ്റ് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.